ഹായ് ദാ ഉന്നക്കായ പഴം പുഴുങ്ങിയിട്ട് പഴം അരച്ചു അതിനെ പരത്തി അതിൽ ഈ പഞ്ചസാരയും അണ്ടിപ്പരിപ്പും എല്ലാം വെച്ച് പൊതിഞ്ഞ് ഉരുട്ടി വെളിച്ചെണ്ണയിൽ പൊരിച്ചതാണ് ഉന്നക്കായ. നിങ്ങൾക്ക് അറിയാമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അറിയാം. എന്നാലും ഞാനിപ്പോൾ ഈ നേരത്തെ ഒന്ന് കഴിക്കുകയാണ്. ഹായ്, ഇത് എൻ്റെ മോള് ഇവിടെ ഉണ്ടാക്കിയതാണ്. പിള്ളേർക്ക് തന്നെ ജോലി ഓരോന്ന് ഉണ്ടാക്കലാണ്. അപ്പം ഉണ്ടാക്കിയാൽ നമുക്ക് മെച്ചമല്ല, പിന്നല്ല അവിടെ ഞാൻ കഴിക്കുകയാണേ. പത്തഞ്ചായേ ഇനി ഇവിടെ അനിയത്തിൻ്റെ മോൻ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ സബോളയും കുറെ ചുവന്നുള്ളിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പരത്തി വെക്കുക. അതൊക്കെ വില കുറവുണ്ടാവും. നമ്മുടെ ഇവിടെ ഒക്കെ ഭയങ്കര തീ പിടിച്ച വിലയല്ലേ. അതും പകുതി പൊട്ടയിന്ന് ഇവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഇതിൽ ഒന്നും കേടില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയുള്ള നല്ല സബോളകളൊക്കെ നല്ല ഒന്നും കേടായിട്ടില്ല. നല്ല സബോളകളാണ് കണ്ട. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പകുതി പോക്ക. അതൊക്കെ ഒന്ന് പരത്തി വെക്കണ ഞാൻ. കോവക്കായ നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായതാണ് കോവക്കായ. അവിടെ നാളെ നമുക്ക് സാമ്പാർ, ചെറിയൊരു സാമ്പാറായിട്ട് വെക്കാം. അപ്പം നാളത്തെ കാര്യം അങ്ങനെ നടന്നു. ഇന്ന് ഈ മീൻ തന്നെയല്ലേ, ഇടയ്ക്കുന്നൊരു പച്ചക്കറിയൊക്കെ ആവണം നല്ലതാണ്. മീൻ എപ്പോഴും കൂട്ടൊരു വെറുപ്പായി. നാളേക്ക് ഉപ്പേരിക്ക് വേണ്ടി ഇന്ന് അരിഞ്ഞ് വെച്ചതാണ്. ഇപ്പം പണികളൊക്കെ നേരത്തെ തന്നെ കഴിച്ചു വെക്കുകയാണ്. ഓക്കെ, പാത്രങ്ങളാണ് കഴുകാൻ പോണത്. മണി 11 എന്നിട്ടും ഒക്കെ ഒന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആ നേരത്തെ ഒരു ചായ കൂടിയും ചെറിയൊരു കടിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി കുടിക്കാൻ നിൽക്കും. അപ്പം ഞാൻ ഉറങ്ങാൻ എന്നെ വിളിച്ചുണർത്തും. അപ്പം അത് കാരണം എന്തായി, ഞാൻ പാത്രം കണ്ട വന്നു. എപ്പോഴും അതെ, എത്ര സമയം നല്ലോണം ഉറങ്ങേണ്ട സമയം നീ കാണുന്നത്. അപ്പം അത് തിന്നാനായിട്ട് വിളിച്ചു. മീൻ വറുത്ത് കരിഞ്ഞ കാരണം കൊണ്ട് അവർക്ക് വേണ്ട. അപ്പം അത് നാളെ പൂച്ചക്കാക്കി ചായ കുടിക്കാൻ എണീക്കേണ്ട കാര്യം ഉണ്ടായില്ലായിരുന്നു. മണിക്കും 12 മണിക്കൊക്കെ ചായയും കടിയൊക്കെ കുടിച്ചു ഈ നേരത്തൊക്കെ. എന്നിട്ട് ഉറങ്ങണവരെയും വിളിച്ചു. അത് കാരണം ഞാനും എനിക്ക് പോന്നെ. അപ്പം എന്താ ഞാൻ പാത്രങ്ങൾ കേൾക്കേണ്ട വന്നു. മാറ്റി വെക്കട്ടെ. നാളികേരം തേങ്ങയൊന്നും ചെറിയ വെച്ച് ഇതിൽ വെച്ച് ഫ്രിഡ്ജിൽ വെക്കാറുള്ളതാ. ഇന്ന് എൻ്റെ കൈ എത്തിയിട്ടില്ല. അപ്പം അവിടെ ഇരിക്കട്ടെ. ചറ്റിക്കോടും വേണങ്ങ പിന്നെ കായ ഉണ്ടാക്കി വെച്ചാണ്. ഇപ്പം ആർക്കും വേണ്ട. ഇതിപ്പോൾ ഒരാൾക്ക് വേണം തിന്നാൻ പോണ്. ഇതൊക്കെയാണ് തരങ്ങൾ കൊടുത്ത. ഇത് കോവക്ക. ഇപ്പം ഇതുണ്ടല്ലോ, ഇത് ഞാൻ കാണിച്ചു തന്നില്ലേ. ഇത് അരിഞ്ഞ് വറുത്തത് നല്ല ടേസ്റ്റാണ്. ഇത് തിന്നാൻ വറുത്ത് വെച്ചിരിക്കുക. ഏതായാലും ഇതൊന്ന് കൈയിട്ട വാഷ് മെഷീനിൽ ഒന്ന് കൈയിടുക. ആകെ അഴുക്കായിട്ടിരിക്കുക. എത്ര കഴിയാലും ഇത് എങ്ങനെ കഴിയാലും ഇതിങ്ങനെ ഒരു വൃത്തി ഒന്നുമില്ല. അങ്ങനത്തെ ഇതാണ്. സമയം എത്രയെന്നറിയാം? 12 മണിയായി. അപ്പം അതങ്ങനെ എടുപ്പോയി. ഞാനിപ്പോൾ ഒന്ന് അടിക്കട്ടെ കേട്ടാ. ഇപ്പോഴത്തെ ചായടി കഴിഞ്ഞിട്ട് ആകെ എല്ലാ സാധനങ്ങളും ഇത് എല്ലാവരും പെരയിലാക്കി. അപ്പം അത് കാരണം ഇപ്പം അതും കൂടി അടിച്ച് വൃത്തിയായിരുന്നു. നേരെ എത്രയെന്നറിയാം? 11:30. ചായടിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഇത് ആകെ കച്ചറാക്കിയിട്ട് എടുക്കുക. മണി 11:30. എന്നിട്ടും ചായടി കഴിഞ്ഞിട്ടില്ല, വെളുപ്പായിട്ടുമില്ല. അപ്പം ഞാൻ ഇവിടെ ഒന്ന് അടിച്ചിടുക. എനിക്കുള്ള പായ ഇങ്ങനെ ഇട്ടിരിക്കണ്. കാട്ടിലുമ്പോ കയറി കിടക്കാൻ എൻ്റെ മോള്.
അവളിപ്പോ വന്നിട്ടാണ് പുറം തട്ടലും മേലും മാറ്റി കയറി എടുക്കാൻ ഞമ്മൾ ആയിട്ട് കിടക്കണം വന്നു. അതാണ് നമ്മുടെ അവസ്ഥ. കിടക്കാൻ പോകുന്നുട്ടാ പായൊക്കെ നിർത്തിയിട്ട പായ നിർത്തിയിടണേ. ഇടാണ് പുറപ്പൊക്കെ കുടഞ്ഞ് നമ്മളെ പുറപ്പൊക്കിണത് കുടഞ്ഞ് കിടക്കാൻ പോവാണ്. ഇനി ഞങ്ങള് പ്രാർത്ഥിച്ച് കിടക്കാൻ പോവാണ്. അല്ലാ ഉറങ്ങാൻ പോവാണേ. ഗുഡ് നൈറ്റ്.